സൂറ അൽ ഇസ്രാ മാതൃകാ ചോദ്യങ്ങൾ ഭാഗം 1. ഇസ്രാ എന്ന പദത്തിൻ്റെ അർത്ഥം രാപ്രയാണം. 2. അവതരണക്രമമനുസരിച്ച് സൂറ അൽ ഇസ്രാ എത്രാമത്തെ അധ്യായമാണ്? 50-ാമത്തെ അധ്യായം. 3. സൂറ അൽ ഇസ്രാ അവതരിച്ചത് നുബുവത്തിൻ്റെ എത്രാമത്തെ വർഷമാണ്? ഉത്തരം 12-ാമത്തെ വർഷം. 4. സൂറ അൽ ഇസ്രായിൽ എത്രാമത്തെ ആയത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദുള്ളത്? ഉത്തരം 109-ാമത്തെ ആയത്തിൽ. 5. സൂറ അൽ ഇസ്രായിൻ്റെ മറ്റു നാമങ്ങൾ ഏതെല്ലാം? ഉത്തരം ബനു ഇസ്രായേൽ, അസ്ര, സുബ്ഹാന. 6. ഈ കാണുന്ന മല സ്വർണമാക്കിയാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് മക്കയിലെ നിഷേധികൾ പറഞ്ഞത് ഏത് മലയിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ്? ഉത്തരം സഫാ മല. 7. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം സൂറത്തുകളാണ് ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്തിരുന്നതായി പറയുന്നത്? ഉത്തരം സൂറ സുമർ, സൂറ അൽ ഇസ്രാ. 8. സൂറ അൽ ഇസ്രാ തുടങ്ങുന്നത് ഏത് പദം കൊണ്ടാണ്? ഉത്തരം സുബ്ഹാനല്ലദി, തസ്ബീഹ് കൊണ്ട്. 9. തലാദി വിഭാഗത്തിൽപ്പെടുന്ന സൂറത്തുകൾ ഏതെല്ലാം? ഉത്തരം അൽ ഇസ്രാ, അൽ കഹഫ്, മറിയം, ത്വാഹ, അൽ അംബിയാ. 10. സൂറ അൽ ഇസ്രായിൽ 1-ാമത്തെ ആയത്തിൽ പറയുന്ന അടിമ ആരാണ്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 11. മിഅ്റാജ് യാത്രയെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? ഉത്തരം സൂറ അൻ-നജ്ം 13 മുതൽ 18 വരെ. 12. ഇസ്രാ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനമേത്? ഉത്തരം ബുറാക്ക്. 13. ആശ്രയിക്കപ്പെടുന്ന, ഭരമേൽപ്പിക്കപ്പെടുന്ന, അച്ചുതണ്ട്, കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെടുന്നവൻ എന്നീ അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അറബി പദമേത്? ഉത്തരം വക്കീൽ. 14. 2-ാമത്തെ ആയത്തിൽ പറയുന്ന വേദഗ്രന്ഥമേത്? ഉത്തരം തൗറാത്ത്. 15. 2-ാമത്തെ ആയത്തിൽ തുടക്കത്തിൽ കാണുന്ന വാവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഇസ്രാ സംഭവത്തെ. 16. 3-ാമത്തെ ആയത്തിൽ പറയുന്ന ഹമൽന എന്ന പദം ഏത് വാഹനത്തെയാണ് ഉദ്ദേശിക്കുന്നത്? കപ്പൽ. 17. 3-ാമത്തെ ആയത്തിൽ പറയുന്ന നന്ദിയുള്ള അടിമ ഇന്നഹു കാന അബ്ദൻ ശകൂറ ആരാണ്? ഉത്തരം നൂഹ് നബി അലൈഹിസ്സലാം. 18. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പലിൽ കയറിയ സന്താനങ്ങൾ ആരെല്ലാമായിരുന്നു? ഉത്തരം ഹാം, സാം, യാഫീത്ത്. 19. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഏത് പുത്രനെയാണ് അബുൽ അറബ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സാം. 20. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഏത് പുത്രനെയാണ് റോമക്കാരുടെയും പേർഷ്യക്കാരുടെയും പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സാം. 21. തുർക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? യാഫീത്ത്. 22. മദീനയിലേക്ക് ഇസ്ലാം പഠിപ്പിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സ്വഹാബി ആരാണ്? ഉത്തരം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. 23. ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിയൊഴുക്കുകൾ എന്ന കൃതിയിൽ ടി മുഹമ്മദ് സാഹിബ് ദ്രാവിഡർ ഉണ്ടായത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഏത് മകൻ്റെ സന്താന പരമ്പരയിലാണെന്നാണ്? ഉത്തരം യാഫീത്തിൻ്റെ. 24. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പലിൽ കയറാതെ മുങ്ങി മരിച്ച നിഷേധിയായ മകൻ ആരാണ്? ഉത്തരം കൻആൻ. 25. നൂഹ് നബി അലൈഹിസ്സലാം നിത്യജീവിതത്തിൽ പറഞ്ഞിരുന്ന വാക്ക് എന്തായിരുന്നു? ഉത്തരം അൽഹംദുലില്ലാ.